ശ്രീനഗറിൽ നിന്നും ലഡാക്കിലേക്കുള്ള യാത്രയാണ്. ഏകദേശം 450 കിലോമീറ്ററാണ് ഇന്ന് യാത്ര ചെയ്യേണ്ടത്. അതായത് 12 മണിക്കൂറോളം യാത്ര. ശ്രീനഗറിൽ നിന്നും കാറിലാണ് യാത്ര. ജമ്മു കാശ്മീർ കാണാൻ വരുന്നവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റാത്ത യാത്രയാണ് ഇത്. കാരണം ഈ യാത്രയിലാണ് കാശ്മീരിന്റെ സൗന്ദര്യം പൂർണ്ണമായും നമ്മുടെ മുൻപിൽ ദൃശ്യമാകുന്നത്. കണ്ടാലും കണ്ടാലും തീരാത്ത, കണ്ണിന് കുളിർമ നൽകുന്ന അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്രയിലാണ്. ലക്ഷ്യം ലഡാക്കിലുള്ള സെയിന്റ് തോമസ് ചർച്ച് കാണുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് ലഡാക്കിലുള്ള സെയിന്റ് തോമസ് ചർച്ച്. ഭാരതത്തിൽ സുവിശേഷവുമായി എത്തിയ തോമാശ്ലീഹ ലഡാക്കിൽ ഭാരതത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതുകൂടി ചിത്രീകരിക്കാതെ നമുക്കെങ്ങനെ തിരിച്ചു പോകാനാകും? ഞങ്ങൾ മുൻപിലുള്ള കാഴ്ചകൾ കണ്ട് യാത്ര തുടരുകയാണ്. देखा है कभी कश्मीर तू आंखों में झलकती मोहब्बत की तरह, मोहब्बत की तरह, एक सुंदर सी प्यारी सी कविता की तरह, एक सुंदर सी प्यारी सी कविता की तरह, ये कश्मीर है, ये कश्मीर है। कभी कश्मीर तू देखा है कभी कश्मीर तू ലഡാക്കിലേക്കുള്ള യാത്രാമധ്യേ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ധീര ജവാന്മാരുടെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ച കാർഗിൽ വാർ മെമ്മോറിയൽ കാണുവാൻ സാധിച്ചു. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ജീവൻ നൽകേണ്ടി വന്ന പട്ടാളക്കാരോടുള്ള ആദരസൂചകമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പ്രദേശത്ത് അന്ന് ഉപയോഗിച്ച പല യുദ്ധ ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മരിച്ച ഓരോ പട്ടാളക്കാരുടെയും പേരുകൾ എഴുതിയ ഫലകങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മരിച്ചവരെ മനസ്സിൽ ധ്യാനിച്ച് ഹൃദയം നിറഞ്ഞ സല്യൂട്ട് നൽകി ഞങ്ങൾ ലഡാക്ക് ലക്ഷ്യമാക്കി യാത്രയായി.
അങ്ങനെ നീണ്ട ഒരു ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലേ ലഡാക്കിൽ എത്തി. ലഡാക്കിൽ ഞങ്ങൾ ആദ്യം എത്തിയത് സെയിന്റ് പീറ്റേഴ്സ് സ്കൂളിലാണ്. പ്രിൻസിപ്പൽ ഫാദർ ഷൈജു തോമസ് ആണ്. ഇദ്ദേഹമാണ് ലഡാക്കിൽ ഞങ്ങളെ സഹായിക്കുന്നത്. ഈശോമിശിഹായ എല്ലാവർക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവരൊരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല. ഞാൻ കേരളത്തിലെ ഇടുക്കി രൂപതയിൽ കട്ടപ്പന എന്ന വില്ലേജിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്ന് വന്ന അച്ഛനാണ്. ഒരു മിഷനറിയായി ജമ്മു കാശ്മീർ രൂപതയ്ക്ക് വേണ്ടി പഠിച്ച് ഇപ്പോൾ ലേ ലഡാക്ക് എന്ന ഒറ്റപ്പെട്ട ഒരു സംസ്ഥാനത്ത് വർക്ക് ചെയ്യുകയാണ്. ഈ ലേ ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം മിക്കരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീർ രൂപതയിൽ നിന്ന് സംസ്ഥാനത്ത് രണ്ടായിട്ട് തിരിഞ്ഞ് ഒരു UT ലേ ലഡാക്ക് എന്ന് മാറിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. UTയിലെ ആകെപ്പാടെയുള്ള ഒരു മിഷണറി അച്ഛൻ, ഒരു കാത്തലിക് പ്രീസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മാത്രമാണ്. ഇവിടെ പലരും വന്ന് പോയി മിഷണറി പ്രവർത്തനങ്ങൾ ചെയ്തു. ആ മിഷണറി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്താവിൻ്റെ നിമിത്തമാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കർത്താവിൻ്റെ അനുഗ്രഹത്തോടെ ഈ മിഷണറി പ്രവർത്തനം മുന്നോട്ട് പോകാൻ കർത്താവ് ഒത്തിരി അനുഗ്രഹങ്ങളും നമുക്ക് തരുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയിലും പ്രതികൂല കാലാവസ്ഥയിലും പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാനും അത് കർത്താവിൻ്റെ ശക്തിയാണ് നമ്മളെല്ലാം അനുഗ്രഹിക്കുന്നത്. ആ വിശ്വാസത്തിൽ കർത്താവിൻ്റെ മിഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ലേ ലഡാക്കിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ ലഡാക്കിലെ ഒരേ ഒരു കാത്തലിക് സ്കൂളാണ്. ആ സ്കൂളിലെ പ്രിൻസിപ്പളായിട്ടും സെൻറ്റ് തോമസ് കാത്തലിക് ചർച്ച്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കാത്തലിക് ചർച്ചിൻ്റെ ഇടവക വികാരിയായിട്ടും ഞാൻ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ഈ സ്കൂൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതൊക്കെ കുറേ 24 വർഷം ആയിരിക്കുകയാണ്. ഈ മിഷൻ തുടങ്ങിയത് ഫാദർ ജോസ് MST അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ്. ഈ സ്കൂള് അവരെ നഴ്സറി, LKG, UKG, പ്രൈമറി സെക്ഷൻ തുടങ്ങി. അത് കഴിഞ്ഞ് രൂപതയ്ക്ക് കൈമാറുകയും ആദ്യമായി രൂപതയിലെ ഫാദർ തോമസ് നിരവത്ത് അച്ഛൻ ഇതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. അതിന് കാലാകാലങ്ങളായി പല അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇവിടെ സേവനം അനുഷ്ഠിച്ചു വന്നു. CMC സിസ്റ്റേഴ്സ്, ബംബിന സിസ്റ്റേഴ്സ്, നമ്മൾ സഹോദരങ്ങൾക്ക് ഈ സ്ഥലത്ത് സേവനം അനുഷ്ഠിക്കുകയും ദൈവത്തിന് സുവിശേഷം അറിയിക്കാൻ നമ്മളെ സഹായിച്ചു. ഇപ്പോൾ ഈ സ്കൂളിൽ 4 CMC സിസ്റ്റേഴ്സും വികാരിയായി സ്കൂളിൻ്റെ പ്രിൻസിപ്പളായും ഞാൻ ഫാദർ ഷൈജു തോമസും ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മിഷനറി പ്രവർത്തനം തുടങ്ങിയെങ്കിലും പുരോഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി തടസ്സങ്ങൾ നമ്മൾ നേരിട്ടിരുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയാണ് പ്രധാന കാരണം. വിൻ്റർ സമയമായി കഴിഞ്ഞാൽ -26, -27 അതിന് മുകളിലേക്ക് പോവുകയും ഓക്സിജൻ്റെ അളവ് താഴേക്ക് വരികയും ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ജീവിതം ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് കർത്താവ് നമ്മളെല്ലാം വിളിക്കുന്നത്. മിഷണറി എന്ന് അർത്ഥമാക്കുന്നത് തന്നെ ഒരു ചലഞ്ചിങ് ജീവിതമാണ്. ദൈവത്തിന് വേണ്ടി എല്ലാ ബുദ്ധിമുട്ടും സഹിക്കാൻ നമ്മൾ സന്നദ്ധരാകുകയും ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ മോട്ടോ തന്നെ I am the light of the world, അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ്. ഈശോ പറഞ്ഞതുപോലെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ജീസസ് said, I am the light of the world. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരിക്കലും അന്ധകാരത്ത് നടക്കുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അതുപോലെ ആ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഈശോയുടെ സുവിശേഷം നമ്മുടെ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴിയായും മറ്റുള്ള മിഷണറി പ്രവർത്തനങ്ങൾ വഴിയായും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമ്മു ശ്രീനഗർ രൂപതയുടെ അധ്യക്ഷനായ സ്വർഗീയ ഹിപ്പോളിറ്റസ് കുന്നുങ്കൽ പിതാവിനെയും പീറ്റർ സെഗസ്റ്റിൻ പിതാവിനെയും, അദ്ദേഹമാണ് ഈ സംരംഭം ഇവിടെ ആരംഭിക്കാനായിട്ട് ഈ കത്തോലിക് ചർച്ച്
ആരംഭിക്കുകയും അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പല സംരംഭങ്ങളും സംഭവിക്കുകയും ചെയ്തു. അദ്ദേഹം സ്വർഗീയ പിതാവിനെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ അവസരം ഇങ്ങനെ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ചലഞ്ചിങ് മിഷനറീസായി മുന്നോട്ട് വരുവാനായിട്ട് നിങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. നമ്മൾ ഓരോരോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുവെന്ന വിശ്വാസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ കർത്താവ് മാത്രമാണ് നമ്മുടെ സ്ട്രെങ്ത്. ഇവിടെയുള്ള സോഷ്യൽ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ പൊതുവേ ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റികളും മുസ്ലിം കമ്മ്യൂണിറ്റീസുമാണ് കൂടുതൽ. ഇവിടെയുള്ള ആൾക്കാർ ശാന്തി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ശാന്തി സ്വഭാവക്കാരാണ്. അതും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് കൂടുതലും. ഈശോ പറയുന്ന ഞാൻ ശാന്തി കൊണ്ടിരുന്ന ആൾ വരുന്നതാണ്. ഈശോ ഈ ലോകത്തിലേക്ക് ജനിച്ചത് സമാധാനത്തിന് വേണ്ടിയാണ്. അതുപോലെ ഈ ലോകത്തിലേക്ക് നിങ്ങളെല്ലാവരെയും മിഷനറി പ്രവർത്തനം നമ്മുടെ പുതിയ തലമുറയെ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് പുതിയതായിട്ട് ചലഞ്ചിങ് മിഷനറികളായിട്ട് മുന്നോട്ട് വരുവാനായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Attention! Attendees, attention! Join your hands, close your eyes and be ready for the prayer. ഞാൻ സിസ്റ്റർ ടെസിൻ ജോർജ് CMC. ഇവിടെ ലഡാക്കിൽ വന്നത് ഫെബ്രുവരി 2022 ഫെബ്രുവരി 21 ഞാൻ കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എനിക്കിവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചൊക്കെ സിസ്റ്റേഴ്സ് പറഞ്ഞു കേട്ടുള്ള പരിചയമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ അല്ല ഇവിടെ വന്നപ്പോൾ എന്ന് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ വന്ന ദിവസം ഇവിടെ -17 ആയിരുന്നു ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ കേരളത്തിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നപ്പോൾ എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സഫക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏതായാലും കാലാവസ്ഥയാണ് ഇവിടെ പ്രതികൂലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ്. പിന്നെ സ്കൂളിലാണെങ്കിൽ വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. വളരെ പ്രധാനമായിട്ട് ഇവിടുത്തെ കുട്ടികൾ കൂടുതലും ഭൂരിഭാഗവും ബുദ്ധിസ്റ്റ് കുട്ടികളാണ്. അതുപോലെ മുസ്ലിം കുട്ടികളുണ്ട്, 1-2 ഹിന്ദുസും, പിന്നെ പേരിന് നാമമാത്രമായിട്ട് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ കാത്തലിക്സ് ഇവിടെയുള്ള കുട്ടികളല്ല, പഞ്ചാബിൽ നിന്ന് വന്ന് താമസിക്കുന്ന 2 ഫാമിലിയിലെ കുട്ടികളുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിലൂടെയാണ് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കുന്നത്, കുട്ടികളൊക്കെ ആണെങ്കിലും. അപ്പോൾ ഞങ്ങളോടൊക്കെ നല്ല
സ്നേഹവും ബഹുമാനവും നമ്മളിലൂടെ ഈശോ ആരാണെന്ന് മനസ്സിലാക്കുവാനൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അവർക്കൊക്കെ സന്തോഷമാണ് യേശുവിനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോഴേക്കും കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ഒരു ബ്രീതിങ് എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. സ്കൂളിലൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് വന്നതുകൊണ്ട് എനിക്ക് ഹിന്ദി ഭാഷ അത്ര നല്ല എനിക്ക് ഒട്ടും തന്നെ അറിയില്ല. അപ്പോൾ അതുകൊണ്ട് പബ്ലിക് ആയിട്ടുള്ള ആളുകളോട് ഒത്തിരി സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഹിന്ദിയും ഒക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ച് പോകുന്നു. അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ഹിന്ദി ഭാഷ അറിയില്ലാത്തതുകൊണ്ട് ലോക്കലായിട്ടുള്ള ആളുകളോട് ഇടപെടാനുള്ള, അതായത് കാര്യങ്ങൾ അവതരിപ്പിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. देखा है कभी